الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് നടന്നു നീങ്ങിയത്. അദ്ദേഹത്തിന്റെ കച്ചവടം തകർന്നു, കൃഷി നശിച്ചു, നാലികൾ ചത്തൊടുങ്ങി. ആ സമയത്തും അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിയുറച്ച ദാസനായി കാണപ്പെട്ടു. വീണ്ടും പരീക്ഷണത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു. ഈ ലോകത്തെ അർഗാനമായി തന്ന സന്താനങ്ങളെ അള്ളാഹു ഓരോന്നോരോന്നായി തിരിച്ചെടുത്തു. ആ സന്ദർഭത്തിലും സാബിറൻ ക്ഷമയോടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. നമ്മൾ ഈ കടന്നു പോകുന്ന മാസവും ദിവസവും സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഈ റമദാനിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാനും നാം അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നോമ്പുകാരൻ നമസ്കരിക്കുകയും നഫലുകൾ അനുഷ്ഠിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സമയമുണ്ടെങ്കിൽ ദർസ് കേൾക്കുകയും എല്ലാം ചെയ്യുന്നു എന്നിരിക്കട്ടെ, എന്നാൽ അയാൾ അള്ളാഹു അവനോട് കൽപ്പിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ഖുർആൻ പറയുന്ന കൽപ്പനകൾ അവൻ പാലിക്കുന്നില്ലെങ്കിൽ അവന്റെ തൗബ യഥാർത്ഥ തൗബ ആയിരിക്കുകയില്ല. നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില് ഈ ഉപ്പയാണ് അവരുടെ റോൾ മോഡൽസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അത്തരത്തിലേക്ക് കൂടുതൽ ഉണ്ടാവുന്നു അല്ലെ? നമ്മൾ സ്കരിക്കാനും കൂടുതൽ സ്കരിക്കുന്നു, നമ്മൾ നോമ്പുകൾ കൂടുതൽ നോക്കും, നമ്മുടെ ഖുർആനാണ് കൂടുതൽ ഖുർആനാണ്. നമ്മൾ അത്തരത്തിൽ കുട്ടികളെ എപ്പോഴും നമ്മൾ കാണണം. ആ കുട്ടിയുടെ നന്മ നമ്മൾക്ക് എടുക്കുക, ആ നന്മ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഒട്ടോമാറ്റിക്കലി ആ കുട്ടിയിലുള്ള മറ്റു മോശപ്പെട്ട സ്വഭാവം, തിന്മയായ ഭാഗം അത് പോകുന്ന സാധാരണ എഡ്യൂക്കേഷൻ പറയാം. നിങ്ങൾക്കറിയാം, പല ഡയറ്റുകളും, ഒരുപാട് പല രീതിയിലുള്ള ഡയറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും അത് പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടുണ്ട്. കീറ്റോ ഡയറ്റ് എന്നാണ് കേട്ടിട്ടുണ്ട്. ഈ ഡയറ്റിന്റെ പ്രധാനമായ വശം എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്നാണ്. പക്ഷെ നമ്മളോട് നോമ്പ്, ഇസ്ലാമിലെ നോമ്പ് പറയുന്നത് എപ്പോൾ കഴിക്കണം, എപ്പോൾ കഴിക്കരുത്. ഒരു ഇമാം മഹദിയെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഹസ്രത്ത് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി തന്നെ അള്ളാഹു ഇമാം മഹദിയായി നിയോഗിച്ചയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഉത്തരങ്ങളും പ്രശംസകരുമായിട്ടുള്ളവർ എല്ലാവരും തന്നെ കടന്നപ്പെട്ടതായി മാറി. അത് നസീമോദി തസ്സലാം തന്റെ ഭരണങ്ങളിലുടനീളമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമല്ലാതെ മറ്റൊരു മതമില്ലെന്നും അതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആ സമ്മതികൾക്ക് ഒരു നെടിയില്ലെന്നും അഗമ്യമായ സ്നേഹവും പ്രേമവും നിമിത്തം അലിമില്ലാതാവാൻ നസീമോദി തസ്സലാം എന്നും വെമ്പൽ കൊണ്ടിരുന്നു. ഹുദൂറിന്റെ ആ വികാരത്തിന് ലോകം സാക്ഷിയാണ്. സ്വന്തക്കാരൻ ഗ്രന്ഥത്തിൽ നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, തീ വിറകിനെ കരിച്ചു കളയുന്നത് പോലെ അസൂയ നന്മകളെ കരിച്ചു കളയുന്നു. വെള്ളം തീയെ അണക്കുന്നത് പോലെ സദഖ പാപകർമ്മങ്ങളെ അണക്കുന്നു. നമസ്കാരം സത്യവിശ്വാസിയുടെ പ്രകാശമാണ്. നോമ്പ് നരകത്തിനെതിരെയുള്ള പരിചയമാണ്. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഓരോരുത്തരും തന്നെ ഈ ഒരു ഗുണമാണ് സുപ്രധാനമായിട്ടും ആദ്യം സ്വായത്തമാക്കേണ്ടത്. ഈ ഗുണം ഇല്ലാത്തവൻ ദൈവത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടേ ഇല്ല. ഈ ഗുണം സ്വായത്തമാക്കിയ ദൈവത്തിൽ എത്തിച്ചേരുന്നതാണ്.
ഈ തിരുമേനിയെ പിൻപറ്റുക എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മുഴുവൻ ഖുർആനെ പിൻപറ്റുക എന്നുള്ള ഇത് അവിടെ ഉൾക്കൊള്ളുന്നു. പിന്നാലെ പോകുന്നു. ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഒരു നാമം സത്താർ എന്നുമാണ്. പിന്നെ എന്തുകൊണ്ട് തന്റെ സഹോദരനോട് കരുണ കാണിക്കുകയും അവന് പുറത്തു കൊടുക്കുകയും അവനോട് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നില്ല? അതുകൊണ്ട് തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചുവെക്കുക. അവൻ പറയുകയാണ്, ഒരാളുടെ ന്യൂനത 100 പ്രാവശ്യം പറയുകയും എന്നാൽ അയാൾ ആദ്യം ചുരുങ്ങിയത് 40 ദിവസം അവർക്കായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടിയിരിക്കേണ്ടതാണ്. നിങ്ങൾ മാതൃക എന്ന് പറയുന്നത് 3-1 ഭക്ഷണം കഴിക്കാൻ പറയുന്നത്. ഒരു ഭാഗം വെള്ളം കുടിക്കാൻ, ഒരു ഭാഗം കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ മറ്റൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഹൃദയസ്പർശിയായ സംഭവമാണ്. അതിനകത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഒരു യാത്രക്കാരൻ നബിയുടെ അടുക്കൽ വന്നു. പണം അത് സാമ്പത്തിക ത്യാഗമാണ്. മക്കളുടെ വിദ്യാഭ്യാസം അത് സാമ്പത്തിക ത്യാഗമാണ്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് പണം ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എങ്കിൽ പോലും അത് സാമ്പത്തിക ത്യാഗമാണ്. അതിൽ നിങ്ങൾ പ്രതിഫലമുണ്ടെന്നാണ് ഖുർആനിൽ പറയുന്നത്. അന്നൊരു 10 രൂപയാണ് സദഖ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കാണുന്നത് ആയിരങ്ങളുടെ മൂല്യമുള്ള ഒരു തുകയാണ് കാണുന്നത്. അപ്പൊ ഈ 10 രൂപയ്ക്ക് എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ അയാളുടെ നല്ല ധനത്തിൽ നിന്ന് സദഖ ചെയ്യുകയാണെങ്കിൽ അത് കാലത്തെയാണ് സദഖ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു വലത് കൈ കൊണ്ട് ആ കാലത്ത് ആ സദഖ സ്വീകരിക്കുന്നു. എന്നിട്ട് അത് ആ ഉള്ളങ്കയിൽ കിടന്ന് ആ കാലക്ക വളർന്ന് പർവ്വതത്തെക്കാൾ വലിപ്പത്തിലത് വളരും എന്ന്